ഇന്ന് നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാനായിട്ടേ ആദ്യം അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 4 സ്പൂൺ സൺഫ്ലവർ ഓയിലും 3 സ്പൂൺ ഗീയും കൂടെ ഒഴിക്കണം. അതിലേക്ക് ഒരു സബോള കനം കുറഞ്ഞരിഞ്ഞതിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കാവേ. ഇനിയിപ്പം ഈ എണ്ണയിലേക്ക് ഒരു കറുവാപ്പട്ടയും ഒരു ചെറിയ ജാതിപത്രിയും ഒരു തക്കോലവും 2 ഗ്രാമ്പൂവും 2 ഏലക്കായുടെ അരിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ച 3 കപ്പ് കൈമ റൈസ് കൂടെ ഇട്ട് കൊടുത്ത് റൈസിലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണേ. വെള്ളം വറ്റുമ്പോൾ നല്ല ഒരു മണം വരും കേട്ടോ. ആ സമയത്ത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ 4.5 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഈ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി നാരങ്ങാനീരും കൂടെ ഒഴിക്കണേ. ഉപ്പിന്റെ അളവ് ഇച്ചിരി കൂടി നിൽക്കണം കേട്ടോ, എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പ് ആവത്തുള്ളൂ. ഇനിയിപ്പം വെള്ളം തിളച്ച് വരുമ്പോൾ അടപ്പ് വെച്ച് മൂടി ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ റൈസ് റെഡിയായേ. ഈ സമയത്ത് നമുക്ക് പ്രോൺസ് മസാല ഉണ്ടാക്കാവേ. അതിനു വേണ്ടിയിട്ടേ ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ ഗീയും കൂടെ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കണം. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് അതിലേക്ക് 2 സബോള ചെറുതായി അരിഞ്ഞത് കൂടെ ഇടണം. സബോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സബോള വഴന്നു കഴിഞ്ഞാൽ 2 പച്ചമുളകും 1 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തക്കാളി സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഫിഷ് മസാലയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി മസാലയുടെ പച്ചമണം മാറുമ്പോൾ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് മസാല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഈ മസാലയിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടെ ഇട്ട് ഇളക്കി മൂടി വെച്ച് ഒരു 4 മിനിറ്റ് വേവിക്കണം. കുറച്ച് ഗ്രേവി ആയിട്ട് വേണം കേട്ടോ, എന്നാലേ ബിരിയാണിക്ക് ടേസ്റ്റ് ആവത്തുള്ളേ. ഇനിയിപ്പം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിന്റെ പകുതിയിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതും ഫ്രൈ ചെയ്ത് വെച്ച സബോളയും 1 ലെയർ പ്രോൺസും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് മുകളിലേക്ക് ബാക്കി റൈസും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് മുകളിൽ വീണ്ടും ഫ്രൈ ചെയ്ത് വെച്ച 1 ലെയർ പ്രോൺസ് കൂടെ ഇട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ വെച്ച് തുറന്നാൽ ഒരു മണം അങ്ങ് വരും. ഇനി ഇതങ്ങ് പ്ലേറ്റിലേക്കിട്ട് ഒരു പിടി റൈസും പപ്പടവും പ്രോൺസും കൂടി അങ്ങ് കഴിക്കണം.